ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം, അതിൽ അഡ്മിഷൻ ഓഫ് പാർട്ണർ എന്നുള്ള ഭാഗമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അഡ്മിഷൻ ഓഫ് പാർട്ണറിൽ എന്താണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ പുനർനിർണ്ണയിക്കൽ, പിന്നെ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ അഡ്മിഷൻ ഓഫ് പാർട്ണർ, 2 റൈറ്റ്സ് ഓഫ് ഇൻകമിങ് പാർട്ണർ, 2 റൈറ്റ്സ്. ഫസ്റ്റ് വൺ asset of the firm, right to asset of the firm, then second one right to profit of the firm. അസറ്റിമുള്ള അവകാശവും അതുപോലെ ലാഭത്തിനുമുള്ള അവകാശവും. അസറ്റിമുള്ള അവകാശം ലഭിക്കണമെങ്കിൽ ഹി ബ്രിങ്സ് ആസ് ക്യാപിറ്റൽ, അദ്ദേഹം ക്യാപിറ്റൽ കൊണ്ടുവരുന്നു. അതുപോലെ ലാഭത്തിനുള്ള അവകാശം ലഭിക്കണമെങ്കിൽ ഹി ബ്രിങ്സ് ആസ് ഗുഡ്വില്ലും കൊണ്ടുവരേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ പഠിച്ചത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് റിക്വയർഡ് അറ്റ് ദി ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ണറാണ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓൺ അഡ്മിഷൻ ഓഫ് പാർട്ണർ. ഒരു പുതിയ പാർട്ണറെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉള്ളതെന്നുള്ളതാണ്. അതിൽ 6 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തത് റെക്കോർഡിംഗ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ന്യൂ പാർട്ണർ. പുതിയ പാർട്ണർ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നടത്തുന്നു. അങ്ങനെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നടത്തുകയാണെങ്കിൽ അവിടെ ജനറേറ്റ് വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ളതാണ്. അതായത് ഇൻകമിങ് പാർട്ണർ ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യുന്നു? പുതുതായി ക്യാഷ് കൊണ്ടുവരികയാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ എന്നും, ക്യാഷിൻ്റെ സ്ഥാനത്ത് ഫിക്സഡ് അസറ്റുകളാണ് കൊണ്ടുവരുന്നതെങ്കിൽ അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ എന്നുമാണ് ജനറേറ്റ് എഴുതേണ്ടത്. എന്നാൽ രണ്ടാമതായി വരുന്നത് കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ ആണ്. പുതിയ പാർട്ണറെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അയാളും കൂടി ഉൾപ്പെട്ട ന്യൂ റേഷ്യോയും അതുപോലെ തന്നെ ആ ന്യൂ റേഷ്യോയും അതുപോലെ തന്നെ ഓൾഡ് റേഷ്യോയും വെച്ച് സാക്രിഫൈസിങ് റേഷ്യോയും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. മൂന്നാമതായി ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വില്ലാണ്. 4 റിവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. 5 ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് അഡ്മിറ്റിംഗ് ടൈമിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ ചെയ്യുന്നത്. അതിൽ 2 പോയിന്റുകൾ നമ്മൾ നേരത്തെ വിശദീകരിച്ചാണ്. റെക്കോർഡിംഗ് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദി ന്യൂ പാർട്ണറും അതുപോലെ കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിങ് റേഷ്യോ. ആ ന്യൂ റേഷ്യോയിൽ ഡിഫറെൻറ്റ് കേസസും നമ്മൾ വിശദീകരിച്ചു എന്തൊക്കെയാണെന്നുള്ളതും. അതുപോലെ ആ ന്യൂ റേഷ്യോ കണ്ടിട്ട് എങ്ങനെയാണ് സാക്രിഫൈസിങ് റേഷ്യോ കാണാമെന്നുള്ളതും നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ, ന്യൂ റേഷ്യോ കാണുന്നത് ന്യൂ റേഷ്യോ ഇക്വൽ ടു ഓൾഡ് ഷെയർ മൈനസ് സാക്രിഫൈസ് ഷെയർ. അതാ പുതിയ റേഷ്യോ എന്നുള്ളത് നേരത്തെ പാർട്ട്നേഴ്സിന് കിട്ടിയ ഷെയറിൽ നിന്നും എത്രയാണോ അയാൾ പുതിയ പാർട്ണർക്ക് സാക്രിഫൈസ് ചെയ്ത് കൊടുക്കുന്നത്, പുതിയ പാർട്ണർക്ക് കൊടുക്കുന്ന എമൗണ്ട് എത്രയാണോ അത് മൈനസ് ചെയ്താൽ പുതിയ പാർട്ണർക്ക് കിട്ടുന്ന റേഷ്യോ കിട്ടും, ന്യൂ റേഷ്യോ കിട്ടുന്നു. പുതിയ പാർട്ണർക്ക് കൊടുക്കുന്ന എത്രയാണോ അത്രയും എന്ത് ചെയ്യണോ നേരത്തെ കിട്ടിയതിൽ നിന്ന് മൈനസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നേരത്തെ 500 രൂപ കിട്ടിയാൽ പുതിയ പാർട്ണർക്ക് കൊടുക്കുന്നത് 100 രൂപയാണെങ്കിൽ നേരത്തെ കിട്ടിയത് 500 ആണ്, ആ 500ൽ നിന്ന് 100 മൈനസ് ചെയ്യുന്നു. അങ്ങനെയാണ് ന്യൂ റേഷ്യോ കണ്ടെത്തുന്നത്. രണ്ടാമത് സാക്രിഫൈസിങ് റേഷ്യോ ആണ് നമ്മൾ പഠിച്ചത്. സാക്രിഫൈസിങ് റേഷ്യോ എന്നുള്ളത് ഓൾഡ് ഷെയർ മൈനസ് ന്യൂ ഷെയർ. നേരത്തെ കിട്ടിയതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയ ഷെയർ മൈനസ് ചെയ്യുന്നു. അങ്ങനെ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടെത്തുന്നു. ഈ 2 കാര്യങ്ങളും കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ചതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗുഡ്വില്ലിനെ കുറിച്ചാണ്. ഇവിടെ ഗുഡ്വിൽ തന്നെ നമ്മൾ വാട്ട് ഈസ് മീൻ ബൈ ഗുഡ്വില്, അതുപോലെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി വാല്യൂ ഓഫ് ഗുഡ്വില്ലും ഡിഫറെൻറ്റ് സർക്കംസ്റ്റാൻസസ് വാല്യുവേഷൻ ഓഫ് ഗുഡ്വില്. ഇത്രയും ഭാഗങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം കഴിഞ്ഞ വിറ്റേഴ്സ് ചാനലിൽ സൂചിപ്പിച്ച ഒരു ഭാഗമാണ് ഗുഡ്വിൽ എന്നുള്ളത്. ഇവിടെ ഗുഡ്വിൽ ഈസ് ആൻ ഇൻറ്റാഞ്ചിബിൾ അസറ്റ്. ഗുഡ്വിൽ ഒരു ഇൻറ്റാഞ്ചിബിൾ അസറ്റാണ്.
അതുകൊണ്ട് തന്നെ ഗുഡ്വിൽ ഒരു ഫിക്സഡ് അസറ്റുമാണ്. Goodwill is the value of reputation of the firm in respect of the profit expected in future over and above the normal profit earned by other similar firm belonging to the same industry. Such excess of future profit over the normal profit is known as super profit. അതാ നോർമൽ പ്രോഫിറ്റിനേക്കാൾ അധികം ബിസിനസ്സിന് ലാഭം കിട്ടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയാം. ആ സൂപ്പർ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അത്തരം ഫേമുകൾക്ക് എന്തുണ്ട്, റെപ്യൂട്ടേഷൻ ഉണ്ട്, അല്ലെങ്കിൽ പ്രശസ്തി ഉണ്ടായിരുന്നു. സമൂഹത്തിൽ എന്താ പ്രശസ്തി ഉള്ളത് കൊണ്ടാണ് എന്തിനാ അത്തരം ഫേമുകൾ ഗുഡ്വിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ പ്രോഫിറ്റ് എത്രത്തോളം അധികം കിട്ടുന്നുവോ അത്രത്തോളം ഗുഡ്വിൽ എന്ത് ചെയ്യുന്നു, അത്തരം ഫേമുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഗുഡ്വിൽ ഈസ് നോൺ ആസ് ഫിക്സഡ് അസറ്റ് ഓഫ് ദി ബിസിനസ്. ഗുഡ്വിൽ എന്താണ്, ഒരു ഫിക്സഡ് അസറ്റാണ്. ബിക്കോസ് ഇറ്റ് ഇൻക്രീസിങ് പ്രോഫിറ്റ് ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദി ബിസിനസ്. അതാ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അത്രത്തോളം എന്ത് ചെയ്യുന്നു, ഗുഡ്വില്ലാണ്, പ്രശസ്തിയാണ് എന്തിന് ആ ഫേമിന് വർദ്ധിക്കുന്നത്. അതുതന്നെ നമ്മൾ ഗുഡ്വില്ലുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ നാച്ചർ ഇവിടെ പറഞ്ഞു, ഇവിടെ വിശദീകരിക്കുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ കാര്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് വിക്ടേഴ്സ് ചാനലിൽ. ആ ഒരു ക്ലാസ് എല്ലാവരും എന്ത് ചെയ്യുക, കാര്യമായിട്ട് കാണുക. നാച്ചർ ഓഫ് ഗുഡ്വിൽ, അവൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റ് ഇൻ ദി വാല്യൂ ഓഫ് ഗുഡ്വിൽ, ഫേവറബിൾ ലൊക്കേഷന്, നാച്ചർ ഓഫ് ബിസിനസ്, എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ്, മാർക്കറ്റ് സിറ്റുവേഷന്, സ്പെഷ്യൽ അഡ്വാൻറ്റേജസ്, ദെൻ ടൈം ഫാക്ടർ. പിന്നെ അതുപോലെ ഇത്രയും ഫാക്ടേഴ്സാണ് എന്തിന് ഗുഡ്വിൽ എമൗണ്ടിനെ നിർണ്ണയിക്കുന്നതിൽ പ്രധാന ഘടകം. ദെൻ നീഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ. നമ്മൾ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏതൊക്കെ ടൈമിലാണ് നമ്മൾ ഗുഡ്വിൽ വാല്യൂ എന്നുള്ളതാണ് നീഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ പറയുന്നത്. അവിടെ വെൻ ദർ ഈസ് ചേഞ്ചിങ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ അവിടെ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. രണ്ട്, അറ്റ് ദി ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് പാർട്ണർ, പുതിയ പാർട്ണറെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ അറ്റ് ദി ടൈം ഓഫ് റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് ദി പാർട്ണർ, ഒരു പാർട്ണർ എന്തെങ്കിലും റിട്ടയർമെൻറ്റ് ചെയ്ത് അഥവാ രാജിവെച്ച് പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ണർ മരണപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അത്തരം ടൈമിന് നമ്മൾ ഗുഡ്വിൽ വാല്യൂ ചെയ്യുന്നു. ദെൻ 4, വെൻ 2 or more ഫേം അമാൽഗമേഷൻ, 2 അതിലധികമോ ഫേമുകൾ മെർജ് ചെയ്യുകയാണെങ്കിൽ, കൂട്ടി സംയോജിപ്പിക്കുകയാണെങ്കിൽ അത്തരം ടൈമിന് എന്ത് ചെയ്യുന്നു, നമ്മൾ ഗുഡ്വിൽ വാല്യൂ ചെയ്യുന്നു. ഇത്തരം ടൈമിനൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഗുഡ്വിൽ കണ്ടെത്തി എത്രയെന്ന് കണക്കാക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഭാഗം മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ. ഇന്ന് പ്രധാനമായും എടുക്കുന്ന ഒരു ഭാഗം മെത്തേഡ്സാണ്. അതിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസിങ് വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ. ഫസ്റ്റ് വൺ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സെക്കൻഡ് വൺ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ദെൻ തേർഡ് വൺ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഈ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഒന്ന് സിമ്പിൾ ആവറേജ് മെത്തേഡ്, മറ്റൊന്ന് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. അങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നേരത്തെ പറയുകയുണ്ടായി ഗുഡ്വിൽ ഈസ് എ ഇൻറ്റാഞ്ചിബിൾ അസറ്റ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് അക്യുറേറ്റ്ലി കാൽക്കുലേറ്റ് ഇറ്റ്സ് വാല്യൂ. ഗുഡ്വിൽ ഒരു ഇൻറ്റാഞ്ചിബിൾ അസറ്റാണ്. നമ്മൾ സാധാരണ ഒരു ഫിക്സഡ് അസറ്റ്, അതായത് ഫർണിച്ചർ, മെഷീനറി, ബിൽഡിംഗ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, കാണാൻ സാധിക്കും. ഇറ്റ് ക്യാൻ സീൻ ആൻഡ് ടച്ച്, നമുക്ക് കാണാനും തൊടാനും കഴിയുന്ന വസ്തുക്കളാണ്. അതിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, ആ രീതിയിൽ നമുക്ക് കണക്കാക്കാം. പക്ഷേ ഗുഡ്വിൽ ഈസ് ആൻ ഇൻറ്റാഞ്ചിബിൾ അസറ്റ്. ഗുഡ്വിൽ എന്നുള്ളത് എന്താണ്, ഒരു ഇൻറ്റാഞ്ചിബിൾ അസറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണാനും എന്ത് ചെയ്യില്ല, തൊടാനും സാധിക്കില്ല. അതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ കണ്ടെത്താനുള്ള വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗുഡ്വിൽ വാല്യുവേഷന് വേണ്ടി നമ്മൾ വ്യത്യസ്ത മെത്തേഡുകൾ എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. അത്തരം മെത്തേഡ്സുകളാണ് താഴെ പറഞ്ഞ ആവറേജ് പ്രോഫിറ്റ് ആയാലും സൂപ്പർ പ്രോഫിറ്റ് ആയാലും ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ആയാലും. അതിൽ നമ്മൾക്ക് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞ, ഒന്ന് സാധാരണ സിമ്പിൾ ആവറേജ്, അതാ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് തന്നെ പറയും. മറ്റൊന്ന് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ്. ഇങ്ങനെ 2 മെത്തേഡുകൾ എന്ത് ചെയ്യുന്നു, നമ്മൾ യൂസ് ചെയ്യുന്നു. അതിൽ ഒന്ന് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ്. ഇവിടെ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ അണ്ടർ ദിസ് മെത്തേഡ് ദ ഗുഡ്വിൽ ഈസ് വാല്യൂഡ് അറ്റ് ആൻ അഗ്രീഡ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ഓഫ് ദി ആവറേജ് പ്രോഫിറ്റ് ഓഫ് ദി പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. നമുക്ക് ഈ ഒരു മെത്തേഡിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ നമ്പർ ഓഫ് ഇയർ പർച്ചേസ് കൊണ്ട് ക്വസ്റ്റ്യനിൽ തരും. നമ്പർ ഓഫ് ഇയർ പർച്ചേസ് എത്ര വർഷമാണ് പർച്ചേസ് ഇയർ, അത് തന്നാൽ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ആവറേജ് മെത്തേഡിൽ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഈ അവസാനം കാണാം, ഗുഡ്വിൽ ഈസ് ഇക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു അഗ്രീഡ് നമ്പർ ഓഫ് ഇയർ പർച്ചേസ്. ആവറേജ് പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തിയതിന് ശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ
എത്രയാണോ പർച്ചേസ് പ്രൈസ് എന്നത് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ നോക്കാം. ഒന്ന് സ്റ്റെപ്പ് 1 കാൽക്കുലേറ്റ് നോർമൽ ഓർ പാസ്റ്റ് ബിസിനസ് പ്രോഫിറ്റ് ഫോർ ഈച്ച് ഇയർ ബൈ ഡിഡക്റ്റിംഗ് അബ്നോർമൽ ഗെയിൻ ആൻഡ് ആഡിങ് അബ്നോർമൽ ലോസസ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ വർഷത്തെ പ്രോഫിറ്റ് എത്ര എന്നുള്ളത് നമ്മൾ കണ്ടെത്തുന്നു, അത് നമ്മൾ രേഖപ്പെടുത്തുന്നു. അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ അബ്നോർമൽ ഗെയിൻ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ലെസ് ചെയ്യുന്നു. അതുപോലെ അബ്നോർമൽ ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഇത് യഥാർത്ഥത്തിൽ ബിസിനസ്സിൻ്റെ എന്തല്ല, പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ അല്ല. അബ്നോർമൽ ഗെയിൻ ആയാലും അബ്നോർമൽ ലോസ് ആയാലും ബിസിനസ്സിൻ്റെ യഥാർത്ഥ പ്രോഫിറ്റ് അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അബ്നോർമൽ ഗെയിൻ ആണെങ്കിൽ ലെസ് ചെയ്യുകയും വേണം, അതുപോലെ തന്നെ അബ്നോർമൽ ലോസ് ആണെങ്കിൽ ആഡ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു പ്രത്യേക പോയിന്റ് ഒന്ന് അണ്ടർലൈൻ വെക്കണം നോട്ടിൽ എഴുതുമ്പോൾ. ദെൻ സ്റ്റെപ്പ് 2 സം അപ്പ് ദി നോർമൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ദ അബോവ്. എന്നിട്ട് നമ്മൾ എന്താണോ നോർമൽ പ്രോഫിറ്റ്, യഥാർത്ഥത്തിൽ എത്രയാണോ ആവറേജ് പ്രോഫിറ്റ് എന്നുള്ളത് നമ്മൾ ഇത് ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ലെസ് ചെയ്യണം, ആഡ് ചെയ്തിട്ട് യഥാർത്ഥ പ്രോഫിറ്റ് എത്ര എന്നുള്ളത് നമ്മൾ കണ്ടെത്തുക ഓരോ വർഷത്തെയും. അങ്ങനെ ഇല്ലെങ്കിൽ അബ്നോർമൽ ലോസോ അബ്നോർമൽ ഗെയിനോ അല്ലെങ്കിൽ മറ്റുള്ള ചെറിയ എക്സ്പെൻസുകളോ തന്നിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യനിൽ തന്ന യഥാർത്ഥ എമൗണ്ട് തന്നെയാണ് ആ പ്രോഫിറ്റ്, അതാ നോർമൽ പ്രോഫിറ്റ് എന്നുള്ളത്. ലെസ് ചെയ്യാനുണ്ടെങ്കിൽ അത് ലെസ് ചെയ്താൽ മതി, ആഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആഡ് ചെയ്യുകയും ചെയ്യുക. അതൊന്നും ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, തന്ന എമൗണ്ട് തന്നെ പ്രോഫിറ്റായിട്ട് കണക്കാക്കുന്നു. മറ്റൊന്ന് സ്റ്റെപ്പ് 3 ആവറേജ് പ്രോഫിറ്റ് കാണാന്നുള്ളതാണ്. ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. എല്ലാ പ്രോഫിറ്റുകളും ആഡ് ചെയ്ത് എത്ര വർഷമാണുള്ളത് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഹരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ആവറേജ് പ്രോഫിറ്റ് നിങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മീൻ സ്റ്റാറ്റിൽ മീഡിയൻ മോഡൽ മീൻ കാണുന്നത് എന്താണ്, സിഗ്മാക്സ് ബൈ എൻ. അതേമാതിരി തന്നെ എന്ത് ചെയ്യുന്നു, ഇവിടെ പ്രോഫിറ്റിനെ മൊത്തം ആഡ് ചെയ്ത് നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഹരിക്കുന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഗുഡ്വില്ലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു എന്താണ്, ഇവിടെ കിട്ടിയ സ്റ്റെപ്പ് 3 കിട്ടിയ ആവറേജ് പ്രോഫിറ്റ് പിന്നെ ക്വസ്റ്റ്യനിൽ തരുന്ന നമ്പർ ഓഫ് ഇയർ പർച്ചേസ് ഉണ്ട്, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, ഗുഡ്വിൽ കിട്ടുന്നു. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് ഗുഡ്വിൽ ഓൺ ദി ബേസ് ഓഫ് 3 years പർച്ചേസ് ഓഫ് ദി ആവറേജ് പ്രോഫിറ്റ് ബേസ്ഡ് ഓൺ ദി ലാസ്റ്റ് 5 years. ദ പ്രോഫിറ്റ് ഓഫ് ദി ലാസ്റ്റ് 5 years വെർ ആസ് ഫോളോസ്. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എന്തുണ്ട്, 3 വർഷത്തെ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഗുഡ്വിൽ അവസാനം കാണാനുള്ളതാണ്. അപ്പം 3 എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ അവസാനത്തെ 5 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ദ പ്രോഫിറ്റ് ഓഫ് ദി ലാസ്റ്റ് 5 years എന്ത് ചെയ്യുന്നു, 2014 മുതൽ 2018 വരെയുള്ള പ്രോഫിറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു. 2014 40,000, 2015 60,000, 2016 30,000, 2017 50,000, 2018 28,000. ഇത്രയും പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് നേരത്തെ പറഞ്ഞ ആ സ്റ്റെപ്പിൽ പറഞ്ഞ അബ്നോർമൽ ലോസോ അബ്നോർമൽ ഗെയിനോ ഒന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നോർമൽ പ്രോഫിറ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് എത്തി. ദെൻ പിന്നെ നമ്മൾ കാണേണ്ടത് മൂന്നാമത്തെ സ്റ്റെപ്പിലുള്ള ആവറേജ് പ്രോഫിറ്റ് കാണുക എന്നുള്ളതാണ്. ഇവിടെ ആവറേജ് പ്രോഫിറ്റ് കാണുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ടോട്ടൽ പ്രോഫിറ്റ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ഇപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 40,000 പ്ലസ് 60,000 പ്ലസ് 30,000 പ്ലസ് 50,000 പ്ലസ് 28,000 ഇത് മൊത്തം എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അപ്പോൾ ആ ടോട്ടലാണ് ഇവിടെ ടോട്ടൽ നോർമൽ പ്രോഫിറ്റ് ഈക്വൽ ടു 2,08,000 എന്ന് കിട്ടുന്നു. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് കിട്ടി. ദെൻ നമ്പർ ഓഫ് ഇയേഴ്സ് എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാം 1 2 3 4 5 വർഷമാണ്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് ബൈ 5 അതാ 2,08,000 അതാ 2,08,000 ബൈ 5. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നു, 41,600 തോന്നുന്നു. 41,600 കിട്ടി. ആ 41,600 കിട്ടിയതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, കാൽക്കുലേറ്റ് ഗുഡ്വിൽ. അപ്പോൾ ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് എന്താ, ഗുഡ്വിൽ ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു അഗ്രീഡ് നമ്പർ ഓഫ് ഇയർ പർച്ചേസ്. അപ്പോൾ എന്താണ്, നമ്മൾ എന്ത് ചെയ്യുന്നു, ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്, 41,600 ഇൻറ്റു നമ്പർ ഓഫ് ഇയർ പർച്ചേസ് കൊണ്ട് എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താ എത്രയാണ് ഇവിടെ 3. അപ്പോൾ 3 ആണ്. ഈ ഒരു ഇക്വേഷനിൽ ഇവിടെ ചെറിയൊരു മാറ്റം വരുത്തണം. എന്താണ്, ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു എന്ന് കൊടുത്തിട്ട് നമ്പർ ഓഫ് ഇയർ പർച്ചേസ് നിർത്താൻ മതി. ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു ആ ഇക്വേഷൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. ഈ ഒരു ഇക്വേഷൻ അവിടെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എമൗണ്ട് 41,600 × 3 1,24,800 ആണ് എന്ത് ഈ ഒരു ഫേമിൻ്റെ ഗുഡ്വിൽ എമൗണ്ട് എന്നുള്ളത്. ഇത് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് വേർ ദി പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് എ ഫേം
ഫോർ ദി ലാസ്റ്റ് 6 ഇയേഴ്സ്, ഒരു 6 വർഷത്തെ എന്ത് തന്നിട്ടുണ്ട് ഇവിടെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് നേരത്തെ പറഞ്ഞ എന്തുണ്ട്, അബ്നോർമൽ ഗെയിൻ ഉണ്ട്, അതുപോലെ തന്നെ അബ്നോർമൽ ലോസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ് 2015 ഇൻക്ലൂഡിങ് പ്രോഫിറ്റ് ഓൺ എ സെയിൽ ഓഫ് ലാൻഡ് ₹7,000, 2016 80,000, 2017 ലോസുമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ എന്തിനോ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്നാണ്. അതുപോലെ കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് ഫേം ഗുഡ് വിൽ ഓൺ ദി ബേസ് ഓഫ് 2 ഇയർ പർച്ചേസ് പ്രൈസ്. അവിടെ എന്താണ്, 2 വർഷത്തെ പർച്ചേസ് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് കാണുന്നത്, ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്തുണ്ട്, 6 വർഷത്തെ പ്രോഫിറ്റ്, അവിടെ ആവറേജ് പ്രോഫിറ്റോ ഫോർ ദി ലാസ്റ്റ് 6 ഇയേഴ്സ്, ഇതിൻ്റെ എന്തിനോ പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ കൊടുത്താൽ അതിൽ കൊടുക്കുന്നു കാൽക്കുലേറ്റ് ആവറേജ് മെയിൻറ്റൈനബിൾ പ്രോഫിറ്റ്. നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നോർമൽ പ്രോഫിറ്റ് കാണണം. സ്റ്റെപ്പ് 1 പിന്നെ സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 1 പറഞ്ഞാൽ എന്താണ്, ലെസ് ചെയ്യേണ്ടത് ലെസ് ചെയ്യണം, ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു, ഇയർ പ്രോഫിറ്റ്, പിന്നെ എന്ത് ഇയർ പ്രോഫിറ്റ് എന്നുള്ളത് അതിൻ്റെ ഈക്വൽ ടു അല്ലേ എമൗണ്ടാണിത്. വേണമെങ്കിൽ ഇവിടെ നോർമൽ പ്രോഫിറ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ 2012 എന്താ പറഞ്ഞത് നോക്കി, 2012 2,50,000 ഇൻക്ലൂഡിങ് അബ്നോർമൽ ഗെയിൻ ₹30,000. അബ്നോർമൽ ഗെയിൻ എത്രയാണ്, 30,000 ആണ്. അപ്പോൾ ഈ 2,50,000 എന്ത് അബ്നോർമൽ ഗെയിൻ നേരത്തെ പറയുണ്ടായി എന്ത് ചെയ്യണം, ലെസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവിടെ ലെസ് ചെയ്തു. അപ്പോൾ 2,50,000 30,000 എന്ത് ചെയ്തു, ലെസ് ചെയ്തു. ആ 2,20,000. 2013 എമൗണ്ട് പ്രോഫിറ്റ് 2 ലക്ഷമാണ്. ആഫ്റ്റർ ചാർജിങ് അബ്നോർമൽ ലോസ്, അഥവാ അതിനെന്ത് ചെയ്തിട്ടുണ്ട്, അബ്നോർമൽ ലോസ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അബ്നോർമൽ ലോസ് രേഖപ്പെടുത്തിയതുകൊണ്ട് ഇത് യഥാർത്ഥ പ്രോഫിറ്റ് അല്ല എന്ന് നേരത്തെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇവിടെ അബ്നോർമൽ ലോസ് ആയതുകൊണ്ട് ഇവിടെ ആഡ് ചെയ്യണം. അപ്പോൾ 2 ലക്ഷത്തിൽ നിന്ന് എന്ത് ചെയ്തു, 40,000 ആഡ് ചെയ്തു. അങ്ങനെ 2,40,000 കിട്ടി. നെക്സ്റ്റ് 2014 3,25,000 എന്നത് എക്സ്ക്ലൂഡിങ് ₹20,000 പേബിൾ ഓൺ ദി ഇൻഷുറൻസ് ഓഫ് പ്ലാന്റ്. ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. അത് ആ ഇൻഷുറൻസിന് കൊടുത്ത എമൗണ്ട് എന്ത് ചെയ്തില്ല, ഈ 3,25,000 ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു എക്സ്പെൻസ് കൂടി നമ്മൾ എന്തിനാണ് ഇതിൽ ചേർക്കേണ്ടതുണ്ട്. അങ്ങനെ ആകുമ്പോൾ പ്രോഫിറ്റിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യുന്നു, കുറയുന്നു. എന്നിട്ട് 3,25,000 നമ്മൾ എന്ത് 20,000 മൈനസ് ചെയ്യുന്നു. 3,25,000 മൈനസ് 20,000, അങ്ങനെ 3,05,000 കിട്ടുന്നു. നെക്സ്റ്റ് 2015 ₹1 lakh ഇൻക്ലൂഡിങ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്. ഇതിലെന്തുണ്ട്, ലാൻഡ് സെയിൽ ചെയ്ത വകയിൽ 70,000 ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, സെയിൽ ഓഫ് പ്രോഫിറ്റ് നമ്മൾ ഇതെന്താ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. അപ്പോൾ 1 ലക്ഷത്തിൽ നിന്ന് എന്ത് ചെയ്യണോ, നമ്മൾ ഇതെന്ത് ചെയ്യുന്നു, ലെസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്തു, 1,70,000 മൈനസ് ചെയ്ത് അങ്ങനെ 30,000 കിട്ടുന്നു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് 2016 ഒന്നുമില്ല, ഡയറക്റ്റ് എമൗണ്ട് എഴുതി 80,000. ഇത് 2017 ലോസാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണോ, നേരത്തെ കിട്ടിയ എമൗണ്ട് എടുത്ത് ഈ എമൗണ്ടൊക്കെ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ പോസിറ്റീവ് ഫിഗറാണ്. 2,20,000 40,000 3,05,000 30,000 80,000 ഇതൊക്കെ കൂട്ടിയിട്ട് ഈ 60,000 എന്ത് ചെയ്യുന്നു, ലെസ് ചെയ്യാവേണ്ടത്. അപ്പോൾ ലോസ് എന്ത് ചെയ്യണം, ഏത് ക്വസ്റ്റ്യനിൽ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്ത് കാണിക്കേണ്ടതുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്ക് എന്ത് കിട്ടി, ടോട്ടൽ കിട്ടി. സാധാരണ ടോട്ടൽ കിട്ടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആവറേജ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ നോർമൽ പ്രോഫിറ്റ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പോൾ 8,15,000 ബൈ 6, അങ്ങനെ 1,35,833 കിട്ടുന്നു. ദെൻ ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു, ഗുഡിൽ നമ്മളോട് പറഞ്ഞു എന്താണ്, 2 ഇയേഴ്സ് ഓഫ് പർച്ചേസ് ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഓഫ് ദി ലാസ്റ്റ് 6 ഇയേഴ്സ്. 2 വർഷത്തെ പർച്ചേസ് അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, ആവറേജ് പ്രോഫിറ്റ് കൊണ്ട് കണക്കാക്കേണ്ടതുണ്ട്. 6 വർഷത്തെ തന്നത് അതിൻ്റെ ആവറേജ് പ്രോഫിറ്റ് എത്രയാണോ അതിനോട് എന്ത് ചെയ്യുക, 2 വർഷം കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഈസ് ഈക്വൽ ടു എന്താണ്, ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ പർച്ചേസ്. അപ്പം 1,35,833 ഇൻറ്റു 2, 2,71,666 നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഗുഡ് വിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ.